ഹായ് ഓൾ. ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ 5ാമത്തെ ചാപ്റ്ററായിട്ടുള്ള അപ്രോച്ചസ് ടു സെക്യൂരിറ്റി അനാലിസിസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൽ ഹൗ ടു മേക്ക് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി ഉള്ള പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ നമ്മൾ ഓരോരോ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന അസറ്റ്സിനെ നമ്മൾ ഏത് രീതിയിലാണ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, അതിൻ്റെ റിസ്ക്, റിട്ടേൺ, ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി അനാലിസിസ് എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്, ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു നോ വാട്ട് ഇസ് സെക്യൂരിറ്റി അനാലിസിസ്. എന്താണ് സെക്യൂരിറ്റി അനാലിസിസ് അല്ലെങ്കിൽ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. The security analysis is very important to an investor to know the real worth of his holdings or investment. നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിയൽ വർത്ത്, ഹൗ മച്ച് വർത്ത് ഇറ്റ് ഹാവ്, അല്ലെങ്കിൽ എത്രമാത്രം വാല്യൂബിൾ ആണ് അത് നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, സെക്യൂരിറ്റി അനാലിസിസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ പറയുന്ന സെക്യൂരിറ്റി അനാലിസിസിൽ നമ്മൾ 2 അപ്രോച്ചസാണ് സെക്യൂരിറ്റി അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളത്. അതിൽ ഒന്നാമത്തെയാണ് സെക്യൂരിറ്റി മാർക്കറ്റ് അനാലിസിസ്, അല്ലെങ്കിൽ അനലൈസിങ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. രണ്ടാമത്തേതാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഇങ്ങനെയുള്ള അപ്രോച്ചസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണെന്നും ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്നുമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ഫോക്കസ് ഓൺ ദ ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് തിയറീസ് ആസ് വെൽ ആസ് എഫിഷ്യൻസി ഓഫ് ദ മാനേജ്മെൻറ്റ്, ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് മെനി അതർ readily quantifiable data to determine the forces to supply and demand. അപ്പോൾ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസുമാണ് സെക്യൂരിറ്റി അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അപ്രോച്ചസ്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ ആ ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായി പോകരുത്. സെക്യൂരിറ്റി അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 അപ്രോച്ചസാണ് ഏതൊക്കെ, ഫണ്ടമെൻ്റൽ അനാലിസിസും അതുപോലെ ടെക്നിക്കൽ അനാലിസിസും. അപ്പോൾ അതിൽ തന്നെ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ ഒരു നേച്ചർ ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത് തിയറീസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് ക്വാണ്ടിഫൈബിൾ ആയിട്ടുള്ള, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ ഒരുപാട് ഇൻഫർമേഷൻസും ഒക്കെ കളക്ട് ചെയ്തിട്ട് നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റീസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് വിളിക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും, എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഡാറ്റാസും ഇൻഫർമേഷൻസും കളക്ട് ചെയ്തിട്ട് നമ്മൾ അത് വെച്ചിട്ട് സെക്യൂരിറ്റി അനാലിസിസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ബട്ട് ഇൻ ടെക്നിക്കൽ അനാലിസിസ് അതെപ്പോഴും വിച്ച് ഇസ് ലുക്ക് അറ്റ് ദ പ്രൈസ് ആൻഡ് വോളിയം ഓഫ് ഡാറ്റ ടു ഡിറ്റർമിൻ ദ പെർഫോമൻസ് ഓഫ് കമ്പനീസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 മെയിൻ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്, ദ പ്രൈസസ്, അതായത് സെക്യൂരിറ്റീസിൻ്റെ പ്രൈസസും, ആൻഡ് ദ വോളിയം ഓഫ് ഡാറ്റ, അതായത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് നമ്മളെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ടെക്നിക്കൽ അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഈ ചാപ്റ്റർ മുഴുവനും നമ്മൾ പറയുന്നത് ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചിട്ടും ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ് എന്നുള്ളതാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് by analyzing the financial data that is fundamental to the companies. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേര് പോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാൻ എളുപ്പമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ആൻഡ് എങ്ങനെയാണ് ഈ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്, ബൈ അനലൈസിങ് ദ ഫിനാൻഷ്യൽ ഡാറ്റ
ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ ടു ദ കമ്പനി. ഒരു കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ കമ്പനീനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫിനാൻഷ്യൽ ഡാറ്റ ഉപയോഗിച്ച് ആ കമ്പനിയുടെ ഷെയർ പ്രൈസസ് അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് ഫണ്ടമെൻ്റൽ അനലിസ്റ്റ് takes into consider only the variables that is directly related to the companies. അപ്പോൾ കമ്പനിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മാത്രമേ നമ്മൾ എവിടെ എടുക്കുന്നുള്ളൂ? ഫണ്ടമെൻ്റൽ അനാലിസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് വരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഫണ്ടമെൻ്റൽ അനാലിസിസിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ ടു ദ കമ്പനീസ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സെക്യൂരിറ്റി അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ആൻഡ് ഫണ്ടമെൻ്റൽ അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ സോഴ്സ് അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്നത് കമ്പനിയുടെ എന്താണ് ഏണിങ്സ്, ഡിവിഡൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സ്റ്റോക്കിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ വാല്യൂസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഏത് സെക്യൂരിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതൊരു കൺഫ്യൂഷൻ നമുക്ക് വരും. നമ്മുടെ മുന്നിൽ ഒരുപാട് എന്തുണ്ട്? ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ബെസ്റ്റ് വൺ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ആൻഡ് ഇൻ ഫണ്ടമെൻ്റൽ അനാലിസിസ് it takes into consideration only those variables that are directly related to the company itself, such as earnings, its dividend, its sales, etc. ഇപ്പോൾ കമ്പനിയുമായിട്ട് ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഏർണിങ്സ്, കമ്പനിയുടെ പ്രോഫിറ്റ്, അതുപോലെ കമ്പനിയുടെ ഡിവിഡൻഡ്, അതുപോലെ കമ്പനിയുടെ സെയിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ എവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ? ഫണ്ടമെൻ്റൽ അനാലിസിസിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ്, ഈ പറയുന്ന സെയിൽസ്, ഇതൊക്കെ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിൽ എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഓരോ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് കൂടും? സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് കൂടും. അപ്പോൾ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് സ്റ്റോക്കിൻ്റെ പ്രൈസിനെ ഡയറക്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അനലിസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് യൂസ് ടു ആൾട്ടർനേറ്റീവ് അപ്രോച്ചസ് ഫോർ ഫണ്ടമെൻ്റൽ അനാലിസിസ്. അപ്പോൾ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സും അതുപോലെ ഈ പറയുന്ന ഫണ്ടമെൻ്റൽ അനലിസ്റ്റുകളും ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള മെത്തേഡ്സാണ് പൊതുവേ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒന്ന് ടോപ്പ് ഡൗൺ ഫോർകാസ്റ്റിംഗ് അപ്രോച്ചും രണ്ടാമത്തത് ബോട്ടം അപ്പ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ചുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കണം. സെക്യൂരിറ്റി അനാലിസിസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്യൂരിറ്റി അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു മെത്തേഡ്സ്, ഫണ്ടമെൻ്റൽ അനാലിസിസ് ആൻഡ് ടെക്നിക്കൽ അനാലിസിസ്. ആൻഡ് ഇനി നമ്മൾ പറയുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചിട്ടാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് എന്താണ്? ടോപ്പ് ഡൗൺ ഫോർകാസ്റ്റിംഗ് അപ്രോച്ചും രണ്ടാമത്തത് ബോട്ടം അപ്പ് ഫോർകാസ്റ്റിംഗ് അപ്രോച്ചും. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കണേ. ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് ആദ്യം പറയുന്നത്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് എക്കണോമി, ഇൻഡസ്ട്രി ആൻഡ് കമ്പനി ഓർ EIC. ഈ പറയുന്ന ടോപ്പ് ഡൗൺ അപ്രോച്ചിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് EIC എന്നുള്ളൊരു ടേം നമ്മളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന EIC എന്നുള്ള ടേം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. EIC എന്ന് പറയുന്നത് എക്കണോമിക്, ഇൻഡസ്ട്രി ആൻഡ് കമ്പനി എന്നുള്ളതാണ്. അതിൻ്റെ അബ്രിവിയേഷനാണ് ഈ പറയുന്ന EIC എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ടോപ്പ് ഡൗൺ അപ്രോച്ചിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? എക്കണോമിക്, ഇൻഡസ്ട്രി ആൻഡ് കമ്പനി അനാലിസിസ് എന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഇൻ ദിസ് അപ്രോച്ച് ദ അനലിസ്റ്റ് സ്റ്റാർട്ട്സ് ഇറ്റ് അനലൈസിസ് അല്ലെങ്കിൽ അനാലിസിസ് ഫ്രം ദി എക്കണോമി. ഓക്കെ, ആദ്യം അനാലിസിസ് തുടങ്ങുക എവിടെ നിന്നാണ്? ഫ്രം ദി എക്കണോമി. അതായത് എവറി ബിസിനസ് ഓർഗനൈസേഷൻസ് ഓപ്പറേറ്റിംഗ് ഇൻ ആൻ എക്കണോമി. ഇപ്പോൾ ഇന്ത്യയിലുള്ള കമ്പനീസൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏത് എക്കണോമിയിലാണ്? ഇന്ത്യൻ എക്കണോമിയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അനാലിസിസ് തുടങ്ങുക എവിടെ നിന്നിട്ടാണ്? ഇന്ത്യൻ എക്കണോമീനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുക. ദെൻ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എവിടേക്ക് വരും? ആ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലോട്ട് വരും. ഓക്കെ, ഇപ്പോൾ എക്കണോമി മുഴുവനും നമ്മൾ ഏകദേശം അനലൈസ് ചെയ്തു. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിലായിട്ട് വരുന്നത് എവിടേക്കാണ്? ഇൻഡസ്ട്രിയിലോട്ടാണ്. ഓക്കെ, ദെൻ ഇതിലെ രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ബോട്ടം അപ്പ് അപ്രോച്ചാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ചിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പോൾ അതായത് നേരെ റിവേഴ്സിലാണ് ചെയ്യുക. അപ്പോൾ വിച്ച് സ്റ്റാർട്ടിങ് ഫ്രം ദി കമ്പനി, ദെൻ ഇൻഡസ്ട്രി ആൻഡ് എക്കണോമി. അപ്പോൾ ആദ്യം കമ്പനിയിൽ നിന്ന് തുടങ്ങും, ദെൻ ഇൻഡസ്ട്രിയിലേക്ക് പോകും ആൻഡ് എക്കണോമിയിലേക്ക് പോകും. അപ്പോൾ ആ രീതിയിലാണ് ബോട്ടം അപ്പ് അപ്രോച്ച്
നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. ഓക്കെ, ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ അനലിസ്റ്റുകളും പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് EIC, എക്കണോമി, ഇൻഡസ്ട്രി ആൻഡ് കമ്പനി അനാലിസിസ് ആണ് ചെയ്യാറുള്ളത്. ദെൻ നമ്മൾ നോക്കുന്നത് EIC അനാലിസിസ് എന്താണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ഷോർട്ട് ഫോം ഓഫ് എക്കണോമി, ഇൻഡസ്ട്രി ആൻഡ് കമ്പനി. The person conducting EIC analysis examines the conditions in the direct economy and then certain the most attractive industries in the light of the economic conditions and then moving on to the company. അപ്പോൾ ആദ്യം അദ്ദേഹം എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്കണോമിക് സിസ്റ്റം അല്ലെങ്കിൽ എക്കണോമിക് കണ്ടീഷൻസിനെയാണ് ആദ്യം അദ്ദേഹം എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. അതായത് ഇൻഫ്ലേഷൻ ആണോ, ബിസിനസ് സൈക്കിൾസ്, ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, ബിസിനസ് സൈക്കിൾ, ഗവൺമെൻറ് പോളിസി, ഇങ്ങനെയുള്ള എക്കണോമീനെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ആദ്യം അദ്ദേഹം അനലൈസ് ചെയ്യുക. ദെൻ അതിനുശേഷം ആ എക്കണോമിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യും, അനാലിസിസ് ക്യാരി ഔട്ട് മൂവ് ചെയ്യും. ദെൻ ആ ഇൻഡസ്ട്രിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പെസിഫിക് ആയിട്ടുള്ള 1-2 കമ്പനീസിലേക്ക് പിന്നെ ആ അനാലിസിസ് മൂവ് ഓൺ ചെയ്യും. ഈ രീതിയിലാണ് നമ്മുടെ EIC അനാലിസിസ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ തന്നെയാണ് ഈ പറയുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ EIC അനാലിസിസിനെ തന്നെയാണ് നമ്മൾ എന്തും പറയുക, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ ഉപയോഗിക്കുന്ന മെത്തേഡാണ് EIC അനാലിസിസ്. അപ്പോൾ നമുക്ക് ഇൻ്റർചേഞ്ചബിളി ഈ 2 ടേമും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് EIC ആണ് എന്നും പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ദർ ആർ 3 സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ നമ്മൾ എന്താണ് ചെയ്യുക, അനലൈസിങ് ദ ഓവറോൾ എക്കണോമി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ അനാലിസിസ് ഓഫ് ദ ഇൻഡസ്ട്രി, ദെൻ അനാലിസിസ് ഓഫ് ദ കമ്പനി. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ നോക്കാം, ദാറ്റ് ഈസ് എക്കണോമിക് അനാലിസിസ് ആണ്. The first step in fundamental analysis involves analyzing the overall economy. Some macroeconomic factors are given importance on this stage of analysis. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ഓഫ് അനാലിസിസിൽ നമ്മൾ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ +1 +2 കാലത്ത് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സാണ് നമ്മളിവിടെ എന്തിനു വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത്, എക്കണോമിക് അനാലിസിസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. By analyzing the economy, the investor can get an idea about what actually happening in the economic system. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റീജിയണിലെ എക്കണോമിക് സിസ്റ്റത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ഇപ്പോൾ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെ ഫാക്ടേഴ്സ് അവിടെ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്കണോമിക് അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് ദ എക്കണോമി ഈസ് പാസിംഗ് ത്രൂ ബൂം പീരീഡ്, the economic activity become prosperous and as a result its benefits it is available to all the industrial organization as well. അപ്പോൾ നമ്മൾ ബിസിനസ് സൈക്കിൾസ് പഠിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ബൂം, ഡിപ്രഷൻ, റിസഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബിസിനസ് സൈക്കിൾസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ബൂം പീരീഡ് എന്ന് പറയുന്നത് വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ കമ്പനീസിനും ഇൻഡസ്ട്രീസിനും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്ന ഒരു കാലത്തിനെയാണ് നമ്മൾ ബൂം പീരീഡ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് എല്ലാ കാര്യങ്ങളും സെയിൽസും പ്രോഫിറ്റും എല്ലാം നല്ല എന്താണ് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും പീക്ക് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പീരീഡിനെയാണ് നമ്മൾ ബൂം എന്ന് വിളിക്കുക. അപ്പോൾ ഒരു ബൂം പീരീഡാണ് ഇപ്പോൾ ഒരു എക്കണോമി സിസ്റ്റത്തിലുള്ളത്, അല്ലെങ്കിൽ ഒരു എക്കണോമിയിൽ ബൂം പീരീഡാണ് ഇപ്പോൾ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ആ എക്കണോമിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻഡസ്ട്രീസിനും എല്ലാ കമ്പനീസിനും എന്ത് ചെയ്യാൻ പറ്റും, ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഈ പറയുന്ന എക്കണോമിക് അനാലിസിസിൽ ഇപ്പോൾ കറൻ്റ്ലി ഏത് ബിസിനസ് സൈക്കിളാണ് മൂവ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്കണോമിക് അനാലിസിസ് ചെയ്യുന്നത്. സോ ബൈ അനലൈസിങ് ദി എക്കണോമി ഇൻവെസ്റ്റേഴ്സ് ക്യാൻ പ്രെഡിക്റ്റ് the share prices and understanding the forces operating in the overall economy. ഇപ്പോൾ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയറിൻ്റെ പ്രൈസ് കൂടുകയാണോ കുറയുകയാണോ, നമുക്ക് ലോസ് വരാൻ സാധ്യതയുണ്ടോ, പ്രോഫിറ്റ് വേണോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യണോ, അങ്ങനെയുള്ള പല പല രീതിയിലുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന എക്കണോമിക് അനാലിസിസ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ആർ കൺസിഡറിങ് വൈൽ ഡൂയിങ് എക്കണോമിക് അനാലിസിസ് ആണ്. അപ്പോൾ എക്കണോമിക് അനാലിസിസ് ചെയ്യുമ്പം എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്.
അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് അഗ്രികൾച്ചറൽ ഗ്രോത്ത് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുന്ന പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തിനെ വെച്ചിട്ടായതുകൊണ്ട് ഇന്ത്യൻ എക്കണോമിക് സിസ്റ്റത്തിലെ ഏറ്റവും കൂടുതൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് അഗ്രികൾച്ചറൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യനെ നമ്മൾ ഒരു ഇൻഡസ്ട്രിയൽ എക്കണോമി ആയിട്ടും അഗ്രികൾച്ചറൽ എക്കണോമി ആയിട്ടും നമ്മൾ പറയാറുണ്ടെങ്കിലും അഗ്രികൾച്ചറൽ എക്കണോമി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അഗ്രികൾച്ചറൽ ഗ്രോത്ത് അവിടെയുള്ള ബാക്കിയുള്ള ഇൻഡസ്ട്രീസിനെയും എന്ത് ചെയ്യാറുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ പൊതുവേ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് പ്രിഡോമിനൻ്റ്ലി അത് അഗ്രികൾച്ചർ ബേസ്ഡ് ആയതുകൊണ്ട് പ്രോഗ്രസ് ഇൻ അവർ കൺട്രി ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഇൻ ദ കൺട്രിയാണ്. രാജ്യത്തുള്ള അഗ്രികൾച്ചറൽ ഗ്രോത്തിനെ വെച്ചിട്ടാണ് നമ്മുടെ എക്കണോമിക് സിസ്റ്റം വളരുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇപ്പോൾ ക്രൈസിസിലാണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പറയുന്ന എക്കണോമിക് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് നോക്കണം, നമ്മുടെ കൺട്രിയിലെ അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഏത് രീതിയിലാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പിന്നെ വരുന്നത് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആണ്. രണ്ടാമത്തെ കാര്യം, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഗ്രോത്ത് പോലെ തന്നെ നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അടുത്തൊരു ഫാക്ടറാണ് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ഗ്രോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കമ്പനീസിൽ ആ ഒരു ഇൻഫ്ലുവൻസ് വരും. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നതെങ്കിൽ നമുക്കറിയാം ആ എക്കണോമി വളരെ പ്രോസ്പെറസ് ആയിട്ട് വരുന്ന ഒരു ഇക്കണോമിയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ അനലൈസ് ചെയ്യണം. പിന്നെ ടൈപ്പ് ഓഫ് ദ എക്കണോമിയാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റമാണ്. അതായത് പ്രൈവറ്റും ഗവൺമെൻറ്റും കൂടി മിക്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രൈവറ്റിൻ്റെ ഇൻഫ്ലുവൻസും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസും ഉള്ള ഒരു മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റമാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. അതായത് ഗവൺമെൻറ് ഇൻ്റർവെൻഷനും ഉണ്ട്, അതുപോലെ പ്രൈവറ്റിൻ്റെ ഒരു റോളും വളരെയധികം ഉള്ള, രണ്ടിനും ഈക്വൽ റോള് കൊടുക്കുന്ന ഒരു എക്കണോമിക് സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഈ പറയുന്ന ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടറിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നത് കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഗവൺമെൻറ്റാണ് മേജർ ഇൻവെസ്റ്ററായിട്ട് വരിക. അതുപോലെ പ്രൈവറ്റ് കമ്പനീസിനും പ്രൈവറ്റ് പേഴ്സൺസിനും എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കുന്ന എക്കണോമി ആയതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊന്ന് കൃത്യമായിട്ട് പഠിക്കുക. അതായത് ഏത് ടൈപ്പ് ഓഫ് എക്കണോമിയാണ് നമ്മുടെ രാജ്യത്തുള്ളത് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിലുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ബിസിനസ് സൈക്കിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ഓർഗനൈസേഷൻസൊക്കെ എപ്പോഴും ഒരുപോലെയല്ല മൂവ് ചെയ്യുക. അപ്പോൾ എക്കണോമിക് കണ്ടീഷൻസിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് വരും, അത് ഓരോ സൈക്കിൾസിലൂടെയാണ് പാസ് ചെയ്യുക. അപ്പോൾ നമ്മളതിന് ബൂം, ഡിപ്രഷൻ, അതുപോലെ റിസഷൻ, അങ്ങനെ പല പല സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് വിത്ത് നമുക്ക് ഡിപ്രഷൻ, റിക്കവറി, ബൂം ആൻഡ് റിസഷൻ, അങ്ങനെ 4 സ്റ്റേജസ് ആയിട്ടാണ് ഒരു ബിസിനസ് സൈക്കിൾ ഉണ്ടാവുക. അപ്പോൾ ഈ എല്ലാ സൈക്കിൾസിലൂടെയും നമ്മളെ കമ്പനീസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അതിൻ്റെ ടേം കേട്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അവിടെ എന്താണ് എല്ലാ കാര്യങ്ങളും, അതായത് പ്രോഫിറ്റ് ആയാലും സെയിൽസ് ആയാലും എംപ്ലോയ്മെൻ്റ് ആയാലും എല്ലാം ഭയങ്കര മോശം അവസ്ഥയിൽ കൂടെ പോകുന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്ലൈറ്റ്ലി അതിനകത്തു നിന്നൊക്കെ ബെറ്റർ ചെയ്ത് റിക്കവറി ആവും. ദെൻ റിക്കവറി നല്ലോണം വന്നു കഴിഞ്ഞാൽ നമ്മളത് ബൂമിലേക്ക് പോകും. വീണ്ടും നമ്മൾ ബൂം ഒരുപാട് കാലം ഇങ്ങനെ നിലനിൽക്കില്ല. പിന്നെ അവിടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നേരെ എന്ത് ചെയ്യും, റിസഷനായിട്ട് വരും. വീണ്ടും നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. ദെൻ റിക്കവറി, ഇങ്ങനെ സൈക്കിള് ഇങ്ങനെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ നമ്മുടെ എക്കണോമി ഇപ്പോൾ ഏത് സൈക്കിളിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ GDP ആണ്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ GDP എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് ഇൻഡിക്കേറ്ററാണ്. നമ്മുടെ എക്കണോമി ഗ്രോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ടാണ് നമ്മൾ GDPനെ കണക്കാക്കുക. അപ്പോൾ അത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ്സ്, ആൾക്കാരുടെ സേവിങ്സിനും ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള താല്പര്യം. ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മുടെ രാജ്യത്തിലേക്ക് ഒരുപാട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ എക്കണോമിക് സിസ്റ്റം വളരും. നമുക്ക് വേറെ രാജ്യത്തു നിന്നുള്ള ഫോറിൻ കറൻസി ആയിട്ടുള്ള ഡീലിങ്സ് വരുമ്പോൾ നമ്മുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടൊക്കെ വളരെയധികം കൂടും. അപ്പോൾ ഈ പറയുന്ന സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോത്ത് നമ്മുടെ എക്കണോമീനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂട്ടി കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാ എക്കണോമിയും ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലോണം ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്ന ഒരു എക്കണോമി ആണെന്നുണ്ടെങ്കിൽ അത് ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. അപ്പോൾ അത് നമ്മൾ നോക്കണം. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന എക്കണോമിക് ഗ്രോത്തിന് ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ്സിനും ബാങ്കിൻ്റെ ലോൺസിനും ഒക്കെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ്,
നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് ലോൺസ് അവൈലബിൾ ആണെങ്കിൽ അത് ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടാക്കാനായിട്ട് ബിസിനസ് ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആൾക്കാർ ലോൺ എടുക്കാനോ അങ്ങനത്തെ കാര്യത്തിനൊന്നും പോവില്ല. കാരണം അവരുടെ അടുത്ത് ഭയങ്കര ഒരു ബേർഡനായിട്ട് വരും. അപ്പോൾ ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ കാണിക്കുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ പ്രൈസ് ലെവൽ ചേഞ്ചസ് ആൻഡ് ഇൻഫ്ലേഷൻ അടുത്തൊരു ഫാക്ടറാണ്. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ്, രാജ്യത്തുള്ള തൊഴിലില്ലായ്മ, ഒരു എക്കണോമിക് ക്രൈസിസ്, അതായത് എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കാണിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുക എന്നുള്ളതിന് അർത്ഥം എക്കണോമിക് ഡെവലപ്മെൻറ്റ് കുറയുക എന്നുള്ളതാണ്. അപ്പോൾ അത് അടുത്തൊരു ഫാക്ടറാണ്. പിന്നെ ഗവൺമെൻറ് പോളിസി ആൻഡ് ബഡ്ജറ്റ്. ദെൻ ഓരോ വർഷവും മാറി മാറി വരുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ ബഡ്ജറ്റ്, അതുപോലെ അവരുടെ പോളിസീസ്. ഇപ്പോൾ ഈ പറയുന്ന ഓരോ ഗവൺമെൻറ്റും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണിൽ വ്യത്യാസം വരും, ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടാന്ന് വെക്കുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ. പിന്നെ അതേപോലെ ടാക്സിൻ്റെ സ്ട്രക്ചർ, ടാക്സ് ഇപ്പം കുറേ കോർപ്പറേറ്റ്സിനൊക്കെ ടാക്സ് കുറച്ച് കൊടുക്കുന്ന രീതിയിലും ഒക്കെ വരികയാണെങ്കിൽ കുറേ അധികം ബിസിനസ് ഓർഗനൈസേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ദെൻ നമുക്കറിയാം സ്റ്റാർട്ടപ്സ് ഒക്കെ തുടങ്ങുമ്പോൾ അവർക്ക് 5 വർഷത്തോളം ടാക്സ് എക്സംഷൻസ് കൊടുക്കാറുണ്ട്. 5 വർഷം 6 വർഷം അത് ടൈപ്പ് ഓഫ് ബിസിനസ്സിനനുസരിച്ച് ടാക്സ് എക്സംഷനും കൊടുക്കുന്നുണ്ട്. കാരണം എന്താണ്? അവർക്ക് പുതിയ പുതിയ ബിസിനസ് തുടങ്ങണം. അപ്പോൾ അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, റോഡ്, അതുപോലെ വാട്ടർ, ഇലക്ട്രിസിറ്റി, നെറ്റ്വർക്ക്സ്, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ഇതിൻ്റെയൊക്കെ പ്രോസ്പെരിറ്റി. ഇപ്പോൾ 5G 6G എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷൻസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഇപ്പോൾ വാട്ടർ ആയാലും റോഡായാലും എയർ ആയാലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് എക്കണോമിക് ഗ്രോത്തിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പിന്നെ അതുപോലെ ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് ഉണ്ട്. ദെൻ പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. അപ്പോൾ ഡെമോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത് പോപ്പുലേഷൻ, ഏജ്, ഓക്യുപ്പേഷൻ, ലിറ്ററസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം യൂത്താണ് ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ എക്കണോമിയിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താ കൂടുതലായിരിക്കും? നീഡ് ഓഫ് എംപ്ലോയ്മെൻറ്റ് കൂടുതലായിരിക്കും. പക്ഷേ അവിടെ കൂടുതലായിട്ടും ആൾക്കാർ പണിയെടുക്കാൻ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഇപ്പം ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് ഒരു എക്കണോമിയിൽ കൂടുതലുള്ളത് എങ്കിൽ അവിടെ എന്ത് കുറവായിരിക്കും? പണിയെടുക്കാൻ പറ്റുന്ന ആൾക്കാർ കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ എക്കണോമിക് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. പിന്നെ അതുപോലെ അവസാനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി. അതായത് ഗവൺമെൻറ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്കറിയാം ഒരു ഗവൺമെൻറ് 5 ഇയേഴ്സാണ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ 5 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗവൺമെൻറ് മാറി അടുത്തൊരു ഗവൺമെൻറ് വരികയാണ്. അപ്പോൾ ആദ്യത്തെ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച പോളിസീസൊക്കെ അടുത്ത വരുന്നൊരു ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? മുഴുവൻ ഒഴിവാക്കി അവർ പുതിയൊരു പോളിസി കൊണ്ടുവരുമ്പോൾ അതൊരു ക്രൈസിസ് ആയിട്ട് വരും. അപ്പോൾ സ്റ്റേബിളായിട്ട് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ് തന്നെ റൂൾ ചെയ്യുകയാണെങ്കിൽ അത് കുറേ എക്കണോമിക്കും ബെനഫിഷ്യലായിട്ട് വരും. ദാറ്റ് ഈസ് വൺസ് അവരുണ്ടാക്കി വെച്ച പ്ലാൻസ് ആൻഡ് പോളിസീസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത വർഷവും അല്ലെങ്കിൽ നെക്സ്റ്റ് അവരുടെ ആ ഒരു റൂൾ ചെയ്യുന്ന സമയത്തും അവർക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് നോക്കുന്നത്? എക്കണോമിക് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ എക്കണോമിക് അനാലിസിസ് എന്താണെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ്. അപ്പോൾ എക്കണോമിക് അനാലിസിസ് പഠിക്കുന്ന സമയത്ത് ഇതിൽ എന്തായാലും കുറേ ഫാക്ടേഴ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആൻഡ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാനും പറ്റണം. നോർമലി തിയറി പോർഷനായിട്ട് എസ്സേ ഒക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇതൊക്കെ നോക്കിയിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ബ്രീഫ് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് വായിക്കുക. അപ്പോൾ ബാക്കി ക്ലാസ്സസ് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.